പ്രിവെൻഷൻ, രോഗപ്രതിരോധമാണ് രോഗചികിത്സയേക്കാൾ ഏറ്റവും നല്ലത്. മാത്രമല്ല, ഈ ഹൃദ്രോഗം എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 80-90% വരെ നമുക്ക് പ്രിവെന്റബിൾ ആണ്. നേരത്തെ ഡോക്ടർ ഹരിലാൽ പറഞ്ഞതുപോലെ നമുക്ക് പാരമ്പര്യ സ്വത്ത് കിട്ടിയതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പക്ഷെ അതല്ലാത്ത ഇന്ന് ഹൃദ്രോഗത്തിന്റെ ഏറ്റവും വലിയ കാരണങ്ങളായ റിസ്ക് ഫാക്ടേഴ്സ് ആയ പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, പിന്നെ അമിതഭാരം, വ്യായാമമില്ലായ്മ, ഇങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് വരാതിരിക്കാൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ അഥവാ വന്നു കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു മെസ്സേജാണ് ലോക ഹൃദയ ദിനത്ത് ഈ കാർഡിയോളജി കമ്മ്യൂണിറ്റിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളോട് പറയാനുള്ളത്. അല്ലാതെ ഈ രോഗം ഉണ്ടാകുക, അതിന്റെ ചികിത്സ എടുക്കുക എന്നുള്ളതല്ല. പണ്ടൊരാൾ പറഞ്ഞു, ഈ ലോക ഹൃദയ ദിനം ഇങ്ങനെ ആചരിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഹൃദ്രോഗികൾ ഇല്ലാതെ പോവില്ലേ ഡോക്ടറെ, നിങ്ങൾക്ക് ജോലി ഇല്ലാതെ പോവില്ലേ? അങ്ങനെയല്ല. ഇന്ന് ലോകം ഫേസ് ചെയ്യുന്ന മറ്റൊരു ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹൃദ്രോഗമൊക്കെ യങ് ഏജിൽ വരുന്നു എന്നുള്ളതാണ്. വാർദ്ധക്യ സഹജമായ രോഗം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. പ്രായമായി കഴിഞ്ഞാൽ എല്ലാവർക്കും രോഗം വരും എന്നുള്ളത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അപ്പോൾ ഡോക്ടർമാർക്ക് ഒരിക്കലും രോഗികളില്ലാതെയോ അല്ലെങ്കിൽ ജോലി ഇല്ലാതെയോ ആകുന്ന വിഷയം ഇവിടെ വരുന്നില്ല. നേരെ മറിച്ച് ഞങ്ങൾക്ക് വിഷമം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ 30 വയസ്സിലും 35 വയസ്സിലും വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏജിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് പിന്നീട് ജോലിക്ക് പോകാൻ പറ്റാതെയായി, അതല്ലെങ്കിൽ പെട്ടെന്ന് മരണം സംഭവിച്ച്, കുഴഞ്ഞു വീണ് മരണം സംഭവിച്ച് അദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ കുടുംബത്തിന് താങ്ങും തണലുമില്ലാത്ത ഒരു സാമൂഹിക സാമ്പത്തികമായിട്ടുള്ള ഒരു സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ അവയർനെസ് പ്രോഗ്രാമിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത്.